റവി എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റമാണ് പൊങ്കൽ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പച്ചരിയും ചെറുപയർ അലകുമാണ് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ച് വറുത്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ നെയ്യ് എടുത്ത് ഒഴിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ആയിട്ടുള്ള വാരി വെച്ചിരിക്കുന്ന പച്ചരിയും ചെറുപയർ അലകും കൂടെ ഇതിലേക്ക് ഒന്ന് ഇട്ട് വറുത്തെടുക്കണം. വറുത്തെടുക്കുന്നതിന് ഒപ്പം തന്നെ നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു കുക്കറിൽ 3 ഗ്ലാസ് വെള്ളം എടുത്ത് ഒന്ന് വെച്ചേക്കാം. നമ്മൾ ഇത് വറുത്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ 3 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നതിനകത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അരിയും ചെറുപയർ അലവും കൂടെ ഒന്ന് ഇട്ട് വേവിച്ചെടുക്കണം. അപ്പം വെള്ളം തിളച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അരിയും മറ്റും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിന് 1 കപ്പ് അരിയും 1/2 കപ്പ് പൊങ്കൽ പയറിൻ്റെ അലകുമാണ് എടുത്തിരിക്കുന്നത് പൊങ്കൽ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം അതിനൊരു 3 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചെടുക്കുന്ന അളവിന് അനുസരിച്ച്. നമ്മുടെ അരിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കുക്കർ അടച്ച് വെക്കാം. ഒരു 3 വിസിലടിക്കുന്നതിന് വരെ ഇത് വെച്ചാൽ മതി. അതിനുശേഷം നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വിസിൽ നമുക്ക് അടിക്കുന്നത് നമ്മൾ അരിയെല്ലാം വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെന്ത് കിട്ടിയ അരിയെ കുറച്ച് സാധനങ്ങളിട്ട് യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ എടുക്കാൻ പറ്റൂ. അപ്പോൾ നല്ല ടേസ്റ്റ് എടുത്തുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ ചീനച്ചട്ടിയിലേക്ക് 1 സ്പൂൺ നെയ്യ് എടുത്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് സാധനങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് അരിഞ്ഞ്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് ജീരകം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ജീരകം പൊടിയായിട്ടോ അല്ലാതെ ഇടാം. അപ്പോൾ നമ്മൾ ജീരകം ഫുള്ളായിട്ടാണ് ഇട്ടിരിക്കുന്നത്, പൊടിക്കാതെ. അതിനുശേഷം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നല്ല ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് അതിലേക്ക് കുറച്ച് ഉഴുന്നോ പരിപ്പോ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ഉഴുന്നാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് അതിലേക്ക് ഉഴുന്നൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉഴുന്ന് നല്ലോണം ഒരു ബ്രൗൺ കളർ ആകുന്നതിന് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് ഇളക്കിയാൽ മതി. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുരുമുളകും ഇഞ്ചി അരിഞ്ഞതും ഇടണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ഒന്നിട്ട് കൊടുക്കാം. നമ്മളതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദിവസം നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഒരു ഇച്ചിരി സ്പൈസി ആയിക്കിടുന്ന രീതിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളെടുത്ത 5-6 പീസ് കശുവണ്ടി പരിപ്പ് അതുകൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇളക്കി ഒന്ന് മൂത്തിട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരിയെല്ലാം വെന്ത് ഇങ്ങനൊരു പരിവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ നല്ലോണം ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തവ വെച്ച് നല്ലതായിട്ടൊന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ നമ്മൾ ചീനച്ചട്ടി റെഡിയാക്കി വെച്ചിട്ടില്ലേ, നമുക്കതിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. ഒരിക്കൽ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കഴിക്കാൻ തോന്നും. തമിഴ്നാട്ടുകാരുടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഐറ്റമാണ്. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഇതിൻ്റെ രുചി എങ്ങനെയാണെന്ന് കഴിച്ചിട്ടുള്ളവർക്ക് നല്ലോണം അറിയാം. അപ്പോൾ നമുക്ക് അതിനെ ചീനച്ചട്ടിയിലേക്ക് മാറ്റാം. ഇതിന് കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ സാമ്പാറും നമ്മളെ തേങ്ങാ ചട്നിയുമാണ് ഇവിടെ കഴിക്കേണ്ട നല്ലൊരു കോമ്പിനേഷൻ. അല്ലെങ്കിൽ നമുക്ക് അതില്ലെങ്കിൽ നമുക്ക് തൈര് കൂട്ടിയോ അച്ചാർ കൂട്ടിയോ കഴിക്കാൻ കൊള്ളാം. അപ്പോൾ നമ്മളിതിനെ ചീനച്ചട്ടി ഇട്ട ശേഷം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിട്ട് കൊടുത്തത് നല്ലോണം മിക്സായപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. ഒരിക്കൽ കഴിച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും കഴിക്കാൻ തോന്നും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ്. അപ്പോൾ നമ്മുടെ പൊങ്കൽ നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ്.
വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്നൊരു ഐറ്റമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.